വീട്ടിലെ താരം അലോവേരയാണ്, അതായത് നമ്മുടെ കറ്റാർവാഴ. അപ്പോൾ കറ്റാർവാഴയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധത്തിന്, നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന്, സ്കിന്നിൻ്റെ ആരോഗ്യത്തിന്, കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, അതായത് മലബന്ധം മാറുന്നതിന്, നമ്മുടെ ശരീരത്തിലെ വിഷാംശം പുറന്തള്ളുന്നതിനൊക്കെ വളരെയധികം ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ പ്രമേഹ രോഗം നിയന്ത്രിക്കുന്നതിന് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു മഞ്ഞക്കറയുണ്ട്, അത് ഊറാനായിട്ട് ഒരു 2 മിനിറ്റ് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ പൾപ്പ് എടുത്ത് ജ്യൂസ് അടിച്ച് കഴിക്കാനായിട്ട് സാധിക്കും. അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. ഞാനിതിൻ്റെ ഗുണം എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ദിവസം എണ്ണ കാച്ചാനായിട്ട് ഇതുപോലെ കറ്റാർവാഴയുടെ ഇത് കട്ട് ചെയ്ത് വീട്ടിൽ വെച്ചിരുന്നു. അപ്പോൾ അതിങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിരുന്നു. അന്ന് എണ്ണ കാച്ചാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ എൻ്റെ കൈ എന്ത് ചെയ്തു, തിളച്ച വെള്ളം അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുമായിരുന്നു. അപ്പം കൈക്കെല്ലാം നമ്മുടെ അടുപ്പിൽ കുരുങ്ങിയിട്ട് ഇച്ചിരി ഇരുട്ടുള്ള ടൈമായിരുന്നു. അപ്പോൾ അത് കയ്യിലേക്ക് അങ്ങ് മറിഞ്ഞു. മൊത്തത്തിൽ പകുതി ഭാഗത്തേ വീണുള്ളൂ, ബാക്കി തറയിലൂടെ വീണത്. അപ്പോൾ അതുകൊണ്ട് അന്ന് വീണ സമയത്ത് ആർക്കും മനസ്സിലായിട്ടില്ല, കാരണം ചേഞ്ചസ് ഒന്നും കൈക്കില്ല. അപ്പോൾ ഉള്ളത് പുറമേ കാണത്തില്ലല്ലോ, തിളച്ച വെള്ളം വീണതല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി വെള്ളം നന്നായിട്ട് തുറന്ന് വിട്ട് കൈ കഴുകി. അതോടൊപ്പം തന്നെ വെള്ളത്തിൽ കൈ താത്ത് വെച്ചു. പിന്നെ ഈ കറ്റാർവാഴ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് തന്നെ മുള്ളൊക്കെ കളഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പെട്ടെന്ന് ഇതെടുത്തിട്ട് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുത്തു. ഒരുപാട് ഉരച്ചു എന്നല്ല, എന്നാലും സ്കിന്നിൽ അതിൻ്റെ പൾപ്പ് വെച്ച് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഐസ് ക്യൂബ്സൊക്കെ വെച്ച്, അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു പൊള്ളലിൻ്റെ ആഘാതം കുടുന്ന് വരാതെ തന്നെ അത് കുറയ്ക്കാനായിട്ട് എനിക്ക് സാധിച്ചു. കുറേ സമയം ഞാനത് ഇട്ട് കൊടുത്ത് അവിടെ വെച്ചിരുന്നു. പിന്നെ ഞാൻ വേദന എടുക്കുന്നത് പറയുന്നുണ്ടെങ്കിലും മറ്റാർക്കും നമ്മുടെ അത് എത്രത്തോളം മുറിവുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ ഉള്ളിൽ എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് പോയി. അവർ ഇതുപോലെ ടാപ്പിൻ്റെ മുട്ടിൽ ഇങ്ങനെ കൈയൊക്കെ പിടിപ്പിച്ചു, TT ഒക്കെ എടുത്ത് പിറ്റേന്ന് വിട്ടപ്പോഴാണ് പിറ്റേ ദിവസം തൊട്ടാണ് കളർ ചേഞ്ച് വന്നു തുടങ്ങിയത്. അപ്പോൾ അത്രത്തോളം പൊള്ളലിൻ്റെ ആഘാതം ഉണ്ടെന്നുള്ളത് ഈ സ്കിന്നിൽ ചേഞ്ച് വന്നപ്പോൾ തൊട്ടാണ് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വീട്ടിലും നമ്മൾ കറ്റാർവാഴ വെച്ച് പിടിപ്പിക്കണം. ഇപ്പം നിങ്ങൾ ചോദിക്കും, ഞാനത് എടുത്ത് വെച്ചിരുന്നതുകൊണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റി, പക്ഷേ നിങ്ങൾക്കും അത് സാധിക്കും. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ ഒരാളെങ്കിലും കാണാതിരിക്കത്തില്ല നമ്മുടെ കൂടെ. പെട്ടെന്നൊരു തണ്ട് ഒടിച്ചുകൊണ്ട് വന്ന് അവിടെ വെച്ച് ഒരു 1 മിനിറ്റ് മതി അതിൻ്റെ കറ ഉറിപ്പാൻ. പിന്നെ നമ്മളത് കട്ട് ചെയ്ത് അതിൻ്റെ പൾപ്പ് എടുത്ത് ഇങ്ങനെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുമോ. ഇനി സ്ക്രബ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണെങ്കിൽ ഏറ്റവും കഴിവതും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാം. പക്ഷേ എന്തെങ്കിലും ഒരു പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും, നമ്മുടെ ഈ പൊള്ളലിൻ്റെ ആഘാതം കുറയ്ക്കാനായിട്ട്. അപ്പം നമുക്കത് സ്ക്രബ് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് പെട്ടെന്ന് തന്നെ പൾപ്പ് എടുത്ത് ഒരാൾ മിക്സിയിലോട്ടിട്ട് അടിച്ച് ആ ജ്യൂസ് നമ്മളിങ്ങനെ കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ ഐസ് ക്യൂബ്സ് വെക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊള്ളലിൻ്റെ ആഘാതം വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. എൻ്റെ കൈ ഇങ്ങനെ കൊമളിച്ച് വരാഞ്ഞ് ഒരു ചെറിയ ഭാഗത്തൊരു ചെറിയ കൊമള പോലെ വന്നു, അവിടെ ഒരുപാട് പൊള്ളലേറ്റതായിരുന്നു. ബാക്കി എല്ലാ ഭാഗത്തും ആ പൊള്ളൽ ഇങ്ങനെ കൊമളിച്ച് വരാതിരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് തന്നെ പറയുന്നത് ഈ ജെല്ല് തേച്ചത് കൊണ്ടാണ്. കാരണം മുന്നേയും ഇതേപോലെ തന്നെ ഇങ്ങനെ പൊള്ളിയ സമയത്ത് ചെറിയ ചെറിയ പൊള്ളലുകൾ വരുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ജെല്ല് തേക്കാറുണ്ട്, എന്നിട്ട് ഐസ് ക്യൂബ് കൂടെ വെക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം കൊമളിക്കത്തില്ല. അത് കണ്ടിട്ടാണ് ഞാനിത് പെട്ടെന്ന് ചെയ്തത്. അന്ന് എടുത്ത് വെച്ചിരുന്ന ഒരു 4 ദണ്ടങ്ങാണ്ട് ഉണ്ടായിരുന്നു, അത് മൊത്തം ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. നമുക്ക് പൊള്ളലിനും ഒക്കെ വളരെയധികം നല്ലതാണ്, വളരെ ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ളൊരു ഇതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ഈ തൊലി എന്നിട്ട് പാമ്പും പട ഉരിയുന്നത് പോലെ നല്ല പോലെ ഉരിഞ്ഞ് ഫുള്ള് പോയി. ആ വളയൊന്നും എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, കാരണം നീര് പോലെ ഉണ്ടായിരുന്നു ആദ്യ സമയത്ത്. അപ്പോൾ റിമൂവ് ചെയ്യാനേ പറ്റിയില്ല. പിന്നെ അതിനടിയിലെല്ലാം പൊള്ളിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ സ്കിന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തം ഉരിഞ്ഞ് കുറേ ദിവസം എടുത്തു കേട്ടോ. പുറത്തോട്ട് ഈ കൈ കാണിക്കാനേ പറ്റില്ല, അതേ ഒരു അവസ്ഥയിലായിരുന്നു. കാണുന്നവരെല്ലാം അയ്യോ എന്ന് പറയുമായിരുന്നു, കാരണം ഫസ്റ്റ് ഡേയിൽ ആർക്കും ഇതിൻ്റെ ചേഞ്ചസ് മനസ്സിലായില്ല. പിറ്റേ ദിവസം തൊട്ടിട്ടാണ് കളർ ചേഞ്ച് വന്നത്. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഓയിൻമെൻറ്റ് തരുമല്ലോ, ആ ഓയിൻമെൻറ്റ് ഇട്ട് കോട്ട് ചെയ്ത് വെച്ച് അങ്ങനെ കുറച്ച് 2-3 പ്രാവശ്യം ട്യൂബ്സ് മേടിച്ച് നമ്മൾ തേച്ച് പിടിപ്പിച്ചു. പക്ഷേ ഇപ്പം എൻ്റെ കൈയുടെ നിലവിലത്തെ അവസ്ഥ ഇതാണ്. ചെറിയ ഡാമേജുകളും ചെറിയൊരു മങ്ങലും കൈക്കുണ്ടെങ്കിൽ പോലും അത്രയും വലിയൊരു പ്രതിസന്ധിയെ ഞാൻ തരണം ചെയ്തത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അലോവേര ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.